ഒരു കാക്കയുടെ ജൽപ്പനങ്ങൾ. നേരം ഇത്രയായിട്ടും എന്താ ഈ വീട്ടുകാർ ഉണരാത്തതെന്ന് ചിന്തിച്ച് കാ കാ എന്ന് വിളിക്കുമ്പോൾ അതാ ആ വീട്ടിലെ അമ്മ വാതിൽ തുറന്നു. കയ്യിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് ഞാൻ ചരിഞ്ഞു നോക്കി. ഉണ്ട് കേട്ടോ, ഒരു ബ്രെഡിൻ്റെ കഷ്ണം. ഇത്ര നേരം തൊണ്ട കീറി വിളിച്ചതല്ലേ, വരട്ടെ. ഇത്തിരി ഗമ കാട്ടി കുറച്ച് വെയിറ്റ് ഇട്ടിരിക്കാമെന്ന് വിചാരിച്ചു. ആ ബ്രെഡിൻ്റെ കഷ്ണം മതിലിൻ്റെ പുറത്ത് വെച്ച് ആ അമ്മ എന്നോട് കഴിച്ചോ, എടുത്തോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ കാ കാന്ന് മറുപടിയും കൊടുത്തു. ആ അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവർ ഗേറ്റ് തുറന്ന് രാവിലത്തെ പത്രവും എടുത്ത് അകത്തോട്ട് പോയി. ഞാൻ പിന്നെയും പിന്നെയും കാ കാന്ന് വിളിച്ചു. എൻ്റെ കൂട്ടർ ആരേലും വരുന്നുണ്ടോ എന്ന് ചോദിച്ചതാ. എവിടെ, ഒരൊറ്റ ആളെയും കാണുന്നില്ല. പയ്യെ ഞാൻ ബ്രെഡ് കുത്തി തിന്നാൻ അടുത്തപ്പോൾ അപ്പുറത്തുനിന്ന് ഒരു പട്ടി വരുന്നത് കണ്ടു. പിന്നെ ഞാൻ ആലോചിച്ച് നിന്നില്ല. വേഗം 2 കഷ്ണം ബ്രെഡ് എൻ്റെ വായിൽ കുത്തിയെടുത്ത് വീടിൻ്റെ പാരപ്പറ്റിലേക്ക് പറന്നു. സേഫായ ഒരു സ്ഥലത്തിരുന്ന് ബ്രെഡ് കാലിൽ ഒതുക്കി പിടിച്ച് കുത്തി കുത്തി ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്നു. ഇതിപ്പോൾ നന്നായിട്ടുണ്ടല്ലോ. ഈ ബ്രെഡിൽ എന്തോ മധുരമുള്ളത് തേച്ചിരിക്കുന്നു. തിന്ന് തീരാറാകുമ്പോഴത്തേക്കും ചെറുതായി ചാറ്റൽ മഴ വന്നു. ചാറ്റൽ മഴയുടെ സ്വഭാവം പതുക്കെ മാറുന്നത് പോലെ ആർത്തലച്ച് മഴ പെയ്യാൻ തുടങ്ങിയത്. ഞാൻ കാ കാന്ന് വിളിച്ച് വേഗം പറന്നു ചെന്ന് ഒരു തെങ്ങിൻ്റെ ഓലയിലിരുന്നു. ഇന്ന് രാവിലത്തെ ഭക്ഷണം കിട്ടി. മഴ മാറിയിട്ട് പതുക്കെ അടുത്ത സ്ഥലത്തേക്ക് പോവാമെന്ന് നനച്ചിരുന്നു. മഴയുടെ സൗന്ദര്യം അങ്ങനെ നോക്കി നോക്കി ഇരുന്നിരുന്നിരുന്ന്